കീഴടങ്ങേണ്ടി വന്നത് നമ്മൾ അറിഞ്ഞു. വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ഒരു ലക്ഷ്യത്തിനാണ്. ലക്ഷ്യം പൂർത്തീകരിക്കാനാവാതെ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ അവർ കീഴൊതുങ്ങേണ്ടി വന്നു. ഇന്നലെയും മിഞ്ഞാന്നുമായി നമ്മൾ കുറെ മരണവാർത്തകൾ കേൾക്കുകയാണ്. അല്ലൈനിൽ 2 സഹോദരങ്ങൾ, പ്രവാസികളായ നമ്മെപ്പോലെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഇവിടെ എത്തിയ ആളുകൾ. ഒരു സുഹൃത്ത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് റൂമിൽ നിന്ന് താൻ ജോലി ചെയ്യുന്ന കടയിലെത്തി ഇരിക്കുകയാണ്. ഉടൻ ഒരു നെഞ്ചുവേദന, അദ്ദേഹം മരണപ്പെട്ടു. മറ്റൊരു സഹോദരൻ ഒരു ബസ് ഡ്രൈവറാണ്. ജോലി കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് വൃത്തിയായി ഡ്രസ്സുടുത്ത് തന്റെ സഹപ്രവർത്തകരോടൊപ്പം പുറത്തേക്കിറങ്ങാൻ വേണ്ടി ഒരുങ്ങി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടി ചീകിക്കൊണ്ടിരിക്കുകയാണ്. മുടി ചീകുന്നതിനിടയിൽ പിൻഭാഗത്തേക്ക് മറിഞ്ഞ് അദ്ദേഹവും മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. അതുപോലെ മറ്റൊരു മരണവാർത്തയും നമ്മൾ കേട്ടു. രാത്രി 2:30 മണിക്ക് ഫോൺ കോൾ വരുന്നു ആസ്പത്രിയിൽ നിന്ന് ഡ്യൂട്ടിക്കെത്തണമെന്ന് നഴ്സുമാരോട്. 2:30 മണിക്ക് വിളിച്ചുണർത്തപ്പെടുന്നു. 2:30 മണിക്ക് പോകുന്നു വാഹനത്തിൽ. ആസ്പത്രിയുടെ ഏതാണ്ട് അടുത്തുള്ള സിഗ്നലിൽ വെച്ച് ശക്തമായ ഒരു അപകടത്തിൽ ആ 2 ജീവനുകളും തത്സമയം പൊലിഞ്ഞു പോകുന്നു. എന്താണ് സഹോദരന്മാരെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഞാനും നിങ്ങളുമൊക്കെ ഈ കേൾക്കുകയും കാണുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെയും നിങ്ങളുടെയും കൂടെ ഒരു നിഴൽ പോലെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മരണമെന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം എപ്പോഴാണ് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ. വമാ തദ്രീ നഫ്സുൻ, ഒരാത്മാവിനും അറിഞ്ഞുകൂടാ ബി ഐ അർളിൻ തമൂത്തി, ഏത് നിലത്ത് വെച്ചത് മരിച്ചു വീഴും എന്ന്. ഏത് പ്രദേശത്ത് വെച്ചാണ് ഞാനും നിങ്ങളും മരിക്കുക എന്ന് അറിയില്ല. നാട്ടിലുള്ള ഇരിക്കുന്ന വീട് പോലും പണയപ്പെടുത്തി ഗൾഫിന്റെ സ്വപ്നവുമായി ഇങ്ങോട്ടെത്തി. പിറ്റേന്ന് റോഡ് മുറിച്ചു കടന്നപ്പോൾ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുപോയ ആളുകളുണ്ട്. ഒരുപാട് കാലം ഈ മണലാരണ്യത്തിൽ അധ്വാനിച്ച് തന്റെ ഭാര്യയും മക്കളെയും ഒന്ന് കണ്ട് അവരുടെ കൂടെ 2 മാസം കഴിയട്ടെ എന്ന് വിചാരിച്ച് ലീവെടുത്ത് നാട്ടിലെത്തി. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ കാണാൻ സാധിച്ചത് തന്റെ ഭാര്യയെയല്ല, തന്റെ ഭാര്യയുടെ മയ്യത്താണ് എന്ന് ഒരാഴ്ചക്കകം നമ്മൾ വായിച്ചു. എന്താണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇതിന് പ്രായമുണ്ടോ? ഇതിന് കാലമുണ്ടോ? ഇതിന് സമയമുണ്ടോ? ഇതിന് രോഗിയാവണോ? രോഗിയായാൽ തന്നെയും പെട്ടെന്ന് മരിക്കണമെന്നുണ്ടോ? ആരാണിതൊക്കെ തീരുമാനിക്കുന്നത്? നമ്മളൊക്കെ പലപ്പോഴും പറയും, ചില വാർത്തകൾ കേൾക്കുമ്പോ, ആ വ്യക്തി അങ്ങോട്ട് എത്തിയിരുന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല, അവിടെ വരേണ്ടിയിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ എവിടെയായിരുന്നാലും ഇദാ അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഖബ്ല അബ്ദിൻ ബി അർളിൻ, ഒരടിമയെ ഏത് മണ്ണിൽ വെച്ചാണ്, ഏത് പ്രദേശത്ത് വെച്ചാണ് ഒരാളുടെ റൂഹ് പിടിക്കണം എന്ന് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ, ജഅല ലഹു ഇലൈഹാ ഹജതൻ, ആ സ്ഥലത്തേക്ക് അല്ലാഹു അപ്പോൾ ഒരാവശ്യം അങ്ങ് നിശ്ചയിച്ചു കൊടുക്കും. ഒരാവശ്യം അവന്റെ മനസ്സിൽ അങ്ങ് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. നീ ഇപ്പോൾ ഇന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരണം. എവിടെ വെച്ചാണ് റൂഹ് പിടിക്കാൻ അല്ലാഹുടെ തീരുമാനമെങ്കിൽ ആ പ്രദേശത്തേക്ക് വിളിച്ചുകൊണ്ടുവരുന്നത് പോലെ ആ പ്രദേശത്തേക്ക് ഉടനെ പുറപ്പെടൂ എന്നൊരു വിളിയാളം കിട്ടും പോലെ അല്ലാഹു അതാ മനുഷ്യന് അങ്ങോട്ട് പുറപ്പെടാനുള്ള ഒരു കാരണം നിശ്ചയിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ അവധി അങ്ങെത്തിക്കഴിഞ്ഞാൽ പിന്നെ
ഫഇദാ ജാഅ അജലുഹും, അവർക്കുള്ള അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരൽപ്പം പോലും പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുന്ന പ്രശ്നമേയില്ല. നമ്മൾക്ക് ഈ വല്ല ചിന്തയും ഉണ്ടോ? മരണത്തിന് കാലമുണ്ടോ? അതിന് പ്രത്യേക വയസ്സുണ്ടോ? പലപ്പോഴും നമ്മൾ തെറ്റിയിട്ട് ചില പ്രയോഗങ്ങൾ ചില പത്രക്കാരൊക്കെ കൊടുക്കാറുണ്ട്. ആരുടെയെങ്കിലും മരണവാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോ പറയും അകാല ചരമമടഞ്ഞു എന്ന്. അകാല ചരമമടഞ്ഞു എന്ന ഒരു പ്രയോഗം മുസ്ലിമിന് പറയാനൊക്കില്ല. കാരണം മരണത്തിന് കാലമുണ്ടോ? കാലത്തല്ലാതെ സമയമെത്തുന്നതിന്റെ മുമ്പ് ഒരാൾ മരിക്കുന്നുണ്ടോ? എങ്കിലല്ലേ അകാല ചരമമടഞ്ഞു എന്ന് പറയുക. അതുകൊണ്ടൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓ മുസ്ലിമേ, നിന്റെ ജീവിതം ഇങ്ങനെ കളിയും തമാശയുമായി നടക്കല്ല. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ മറ്റുള്ളവരെ വാരിക്കൂട്ടുന്ന അവാർഡുകളും അവർക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളും അതൊക്കെ ചർച്ച ചെയ്തിട്ട് നിന്റെ നേരം വിനോദത്തിലും സിനിമയിലും തമാശയിലും കളിയിലുമൊന്നും കളഞ്ഞു തീർക്കാനുള്ളതല്ല. ലോകത്ത് പലരും വലുതായി പോയി എന്ന് നിനക്ക് തീരുമാനം തോന്നുന്നുവെങ്കിൽ നീയാണ് വിഡ്ഢി എന്ന് മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നു. എന്താണ് അവിടുത്തോട് ചോദിച്ചത്? ഓ നബിയേ, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചതാണ്, ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറയുന്നത് മൻ നഖിയ സുന്നാസി എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അക്സറുഹും ദിക്റൻ ലിൽ മൗതി, മരണചിന്ത ഏറ്റവും കൂടുതൽ ആർക്കുണ്ടോ അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. വഅക്സറുഹും ഇസ്തിഅദാദൻ ലിൽ മൗതി, മരണചിന്ത ഉണ്ടായാലും പോരാ, മരണമുണ്ട്, എല്ലാവരും മരിക്കുന്നല്ലോ, എനിക്കും മരിക്കണമെന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ. വഅക്സറുഹും ഇസ്തിഅദാദാ, അതിനുവേണ്ടി നന്നായി ഒരുങ്ങുന്നവരാരോ ഉലൈകൽ ഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ. അവരാണ് ബുദ്ധിമാന്മാർ. അവരാണ് ശരിക്ക് ചിന്തയുള്ള മനുഷ്യന്മാർ. അവരാണ് ഏറ്റവും ധീരന്മാരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണേ, നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണേ ജനങ്ങളെ, ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവസുഖങ്ങളെയും സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന മരണം തൊട്ട് പിന്നിലുണ്ട് കേട്ടോ. ആ മരണത്തെ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മരണചിന്തയാണ് നമ്മെ നന്നാക്കുന്നത്. മരണചിന്ത ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ 3